കേരളം എങ്ങോട്ട്? ജനങ്ങൾ ആശങ്കയിൽ. ഒരു കാലത്ത് കേരളം എല്ലാ കാര്യങ്ങളിലും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളം ഒരു മാതൃകയായിരുന്നു. വിദ്യാഭ്യാസ മേഖല, കായികം, പോലീസ്, സേനയെ വാനോളം പുകഴ്ത്തുന്നതും കാണാമായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ആശുപത്രികൾ എന്നിവയുടെ പുരോഗതിയുടെ പിന്നിൽ പ്രവർത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരായിരുന്നു എന്നും കേരള ജനതയ്ക്ക് അറിയും. ഇപ്പോഴും അവർ മുൻനിരയിൽ തന്നെയാണ്, എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ജനങ്ങൾ ആശങ്കയിലാണ്. അത്രയ്ക്ക് ശോചനീയ അവസ്ഥയാണ് ദിവസത്തിന് ദിവസം തോറും സംജാതമാകുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വാർത്താമാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ക്രമസമാധാന തകർച്ചയുടെ സൂചനകളാണ് കാണുന്നത്. ജനങ്ങൾ പുറത്തു പോകാനും വീടുകളിൽ സമാധാനത്തോടെ ഉറങ്ങാനും കഴിയുന്നില്ല. പട്ടാപ്പകലിൽ പോലും വാതിൽ തുറക്കാൻ ഭയപ്പെടുന്ന കാലം. മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കൊലപാതകങ്ങൾ, പിടിച്ചുപറി, കൊട്ടേഷൻ സംഘം, കളവ്, വഞ്ചന, രാഷ്ട്രീയ കൊലകൾ, ക്രിമിനലുകൾ വിലസുന്നു. ആത്മഹത്യയില്ലാത്ത ദിവസം ഇല്ല. നഗരങ്ങൾ അടക്കം മാഫിയ ഗ്യാങ്ങിൻ്റെ പിടിയിലാണെന്ന് പോലീസ് വരെ സമ്മതിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മദ്യവർജനത്തിന് കൊട്ടിഘോഷിച്ച് ഷോപ്പുകളും ബാറുകളും ക്ലബ്ബുകളും സ്മാർട്ട് സിറ്റി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാം ലാക്കാക്കി മദ്യമേഖലയിൽ വൻ കുതിപ്പ് ആണ് നടക്കുന്നത്. വിൽപ്പനയിൽ റെക്കോർഡ് വർധനയും കാണാൻ കഴിയുന്നു. അതേസമയം അയൽ സംസ്ഥാനങ്ങളിലെ അത്ഭുതപ്പെടുത്തുന്ന വികസനമാണ് ഓരോ സംസ്ഥാനത്തും കാണുന്നത്. ഇവിടെ ക്രിമിനലുകളുടെ മത്സരമാണ് നടക്കുന്നത്. സ്വർണ്ണക്കടത്തില്ലാത്ത ദിവസങ്ങളില്ല. കടത്ത് തടയേണ്ടവർ കടത്തുകാർക്ക് ഒത്താശ ചെയ്ത് കൂട്ടുനിൽക്കുന്നു. പുറത്ത് കടത്തിക്കഴിഞ്ഞാൽ അവരെ പിന്തുടർന്ന് വഴിയിൽ വെച്ച് പൊട്ടിക്കലെന്ന ഓമന പേരിൽ തട്ടിക്കളയുന്നു. ഇതിനു പിന്നിൽ പരോളിൽ ഇറങ്ങുന്ന ക്രിമിനലുകൾ ഉൾപ്പെടുന്നതായും വാർത്തകളാണ് പുറത്തു വരുന്നത്. പോലീസ് ഉന്നതർ തമ്മിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പരസ്പര പഴിയായി വിഴുപ്പലക്കുന്ന സംഭവങ്ങളും സ്ഥിരം വാർത്തയാകുന്നു. ഈ നിലയിൽ കുറെ കാലം കൂടി മുന്നോട്ട് പോയാൽ സംസ്ഥാനം വലിയ അപകടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഭയപ്പെടുന്നു. മികച്ച പോലീസ് സേനയെന്ന് ഭരണകൂടം പുകഴ്ത്തുമ്പോഴും സേനയിലെ ഏറ്റവും വലിയ ഉന്നതർ പോലും വലിയ വിവാദങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതും ഇതിനകം ജനസമൂഹം കാണുന്നു. ഈ ശോചനീയ അവസ്ഥയാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. കേരളം എങ്ങോട്ട് എന്ന ചോദ്യം ഉയർത്തുന്നത്. പി വി അൻവർ എസ് പിയിലും തൃണമൂലിലും കണ്ണുവെക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന് സമാജ്വാദി പാർട്ടിയുമായി ചർച്ച നടത്തി രാജ്യസഭാ സീറ്റ് അഖിലേഷ് യാദവിനോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. പാർട്ടിയിൽ ചേർന്ന ശേഷം തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ എന്നും മറുപടി ലഭിച്ചു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ തൃണമൂലിൽ ചേർന്നതായും അറിയുന്നു. എസ് പിയുമായി 2 തവണ ചർച്ച നടത്തിയിട്ട് അനുകൂല നിലപാട് ലഭിച്ചില്ല. അൻവറിനെ കൂടെ കൂട്ടുന്നത് എസ് പി ദേശീയ സെക്രട്ടറി ജോ ആന്റണി അനുകൂലിച്ചില്ല എന്നാണ് അറിയുന്നത്. ജനുവരി 20-ന് ചർച്ച നടത്താനിരിക്കെയാണ് ഇന്ത്യ മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിലേക്ക് പോയത്. എസ് പിയിലാണെങ്കിൽ കോൺഗ്രസുമായി അടുപ്പമുള്ള പാർട്ടിയാണ്. ആ സാഹചര്യം ഉപയോഗിച്ച് UDF-നോട് ചേർന്ന് നിൽക്കാവുന്നതുമാണ് അൻവർ നഷ്ടപ്പെടുത്തിയെന്ന് ചിലർ പറയുന്നു. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അൻവർ വരുന്നതിനോട് അനുകൂലിക്കാൻ കഴിഞ്ഞിട്ടില്ല. വി ഡി സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് പോലും ക്ഷമിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശം നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ചില കോൺഗ്രസുകാർ വാദിക്കുന്നത്. പത്തനംതിട്ട പീഡനം 13 പേർ കൂടി അറസ്റ്റിൽ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസുകളിൽ 13 പേർ കൂടി അറസ്റ്റിലായെന്നും 2 പോലീസ് സ്റ്റേഷനുകളുമായി ഇതുവരെ 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. FIRന്റെ എണ്ണം 9 ആയി കഴിഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന ചില ആളുകൾ ജില്ലയ്ക്ക് പുറത്താണെന്നാണ് പോലീസ് ലഭിച്ച വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്ത് അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികളിൽ പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചുവെന്ന് പോലീസ് കണ്ടെത്തി. വാട്സപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോകളും ഉൾപ്പെടുന്നു. ഇത് ഉപയോഗിച്ചാണ് കൂടുതൽ പേർ ഭീഷണിപ്പെടുത്തിയതെന്നും കൂടുതൽ പേർ ഇതിൽ ഇടപെട്ടതെന്നും പെൺകുട്ടി
സംഭവങ്ങൾ വിവരിച്ചതായാണ് അറിയുന്നത്. അച്ഛൻ്റെ മൊബൈൽ ഫോണിലൂടെയായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം. കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ വശമുണ്ടായിരുന്നില്ല. 5 വർഷത്തിനിടെ 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പറയുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ സഹകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ വിപണി, ഡ്രോണുകൾ എന്നിവ രാജ്യത്തിന് പുതിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് കടത്ത് ഭീഷണി സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് ഊന്നൽ നൽകാൻ കേന്ദ്രം പ്രാധാന്യം നൽകുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു.